ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലാണല്ലോ. എന്താണ് ശരിക്കും സംഭവിച്ചത് സർ? അല്ല, ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയത് മൂലം യാത്രക്കാർ മാത്രമല്ല രാജ്യം വല്ലാത്ത കുഴപ്പത്തിലായി. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഇന്ത്യയിലെ വിമാന സർവീസിൻ്റെ 92% നടത്തുന്നത് ഇൻഡിഗോയും ടാറ്റയും ആണ്. ഇപ്പം നമുക്ക് ദേശസാൽകൃത വിമാന കമ്പനികളില്ല, എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തു, ഇൻഡിഗോ വലിയ കമ്പനിയാണ്. ഇവരാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വ്യോമ ഗതാഗതത്തിൻ്റെ കുത്തകക്കാർ. ഇവർ കഴിഞ്ഞ 2-3 ദിവസമായി ഇൻഡിഗോ അകാരണമായി മുന്നറിയിപ്പില്ലാതെ ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഏതാണ്ട് 600-നും 1000-നും ഇടയ്ക്ക് സർവീസുകൾ റദ്ദാക്കി എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലായി, യാത്ര മുടങ്ങി, എയർപോർട്ടുകളിൽ പെട്ടുപോയി. അതുമാത്രമല്ല, ഇപ്പോൾ യാത്രക്കാരിങ്ങനെ പ്രതിസന്ധിയിലാവുമ്പോഴത്തേക്ക് യാത്രക്കാരെ മാത്രമല്ല പുറത്തുള്ളവരെയും ബാധിക്കും. അങ്ങനെ വലിയ തോതിൽ രാജ്യത്ത് വലിയൊരു സംഘർഷം, അനിശ്ചിതത്വം, ഒരു അനാർക്കിസത്തിലേക്ക് പോയി. വളരെ ലളിതമായി പറഞ്ഞാൽ, വേണമെങ്കിൽ ഇൻഡിഗോ നടത്തിയത് ഒരു ഇന്ത്യ വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയാം. രാജ്യത്തെ വ്യോമഗതാഗതം ആകെ താറുമാറാക്കുന്ന തരത്തിൽ ഇൻഡിഗോ എന്ന വിമാന കമ്പനി പ്രവർത്തിച്ചു എന്നാണിപ്പോൾ വ്യക്തമാവുന്നത്. അപ്പോൾ എന്താണ് കാരണം? നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് വിമാനങ്ങൾ മുടങ്ങുന്നു, ലേറ്റ് ആവുന്നൊക്കെ സ്വാഭാവികമാണ്. ഇത് മനഃപൂർവ്വം ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി, അവർക്ക് A320 കാറ്റഗറിയിൽപ്പെട്ട 195 വിമാനങ്ങളുണ്ട്. 195 വിമാനങ്ങളിലായി 2300-ഓളം സർവീസുകൾ ഗ്ലോബലി ഇൻഡിഗോ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 2300-ഓളം സർവീസുകൾ നടത്തുന്ന ഈ ഒരു വിമാന കമ്പനി ടിക്കറ്റ് എടുത്ത് പല കാര്യങ്ങൾക്ക്, ജോലിക്ക് പോകുന്നവരുണ്ടാവാം, ജോലി കിട്ടിപ്പോകുന്നവരുണ്ടാവാം, പുതുതായി ജോയിൻ ചെയ്യാൻ പോകുന്നവരുണ്ടാവും, അവധി കഴിഞ്ഞ് പോകുന്നവരുണ്ടാവും, ചികിത്സയ്ക്ക് പോകുന്നവരുണ്ടാവും, മരണാവശ്യത്തിന് പോകുന്നവരുണ്ടാവും. ഇങ്ങനെ വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് വിമാനങ്ങളെ ആശ്രയിക്കുന്നത്. അവരെയൊക്കെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടു ഒരു വിമാന കമ്പനി. ഇത് മാത്രമല്ല, വിമാന സർവീസുകൾ റദ്ദാക്കുമ്പോൾ കാലേക്കുട്ടി യാത്രക്കാരെ അറിയിക്കണം, അവർക്ക് പകരം താമസ സൗകര്യം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ നമ്മുടെ വിമാനത്താവളങ്ങളിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കി ജനങ്ങളെ ഒരു കലാപത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി പ്രവർത്തിച്ചു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ സ്ക്രീൻ തുറന്നാൽ വിമാനത്താവളങ്ങളിൽ പെട്ടുപോയ ആളുകളുടെ നിസ്സഹായമായ നിലവിളികളും അവരുടെ ആത്മരോഷവും കാണാം. ഇതൊരു വലിയ കലാപത്തിലേക്ക് പോകാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന പോലെ ജൻസി കലാപം, സർക്കാരിനെ അട്ടിമറിക്കുക, സർക്കാരിനെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഒരു കലാപമാക്കി വിമാനത്താവളങ്ങളെ മാറ്റാൻ ഇൻഡിഗോ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചതെന്ന് പ്രജിത ചോദിച്ചല്ലോ. അതായത് ഈ ക്രൂ ഡ്യൂട്ടിയുണ്ട്, വിമാനങ്ങളിലെ പൈലറ്റും മറ്റ് ക്രൂ, അവരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച് ഒരു കരാറ് നവംബർ മാസത്തിൽ വിമാന കമ്പനികളും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ചു. അതനുസരിച്ച് അതിന് പറയുന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് വിമാനം പറത്തുന്ന പൈലറ്റ്സിനും അതിലെ ക്യാബിൻ ക്രൂവിൻ്റെയും ഡ്യൂട്ടി സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതായത് അവർക്ക് കൂടുതൽ വിശ്രമം വേണം, രാത്രി പറക്കുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കണം. രാത്രി വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് ഡ്രൈവർ ഉറങ്ങിപ്പോകുന്ന പോലെ പൈലറ്റ് ഉറങ്ങിപ്പോയാൽ ഓട്ടോ പൈലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ പോലും രാത്രിയിലെ ഫ്ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് തീരുമാനിച്ചത്. അതിൽ ഒരാഴ്ചയിൽ 36 മണിക്കൂറാണ് പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും വിശ്രമ സമയമുള്ളത്. അത് 48 മണിക്കൂറാക്കാൻ തീരുമാനിച്ചു. കൂടുതൽ വിശ്രമം വേണം. തുടർച്ചയായി ജോലി ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം കുറച്ചു. പിന്നെ രാത്രി ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 മണി മുതൽ 6 മണി വരെ ആക്കി. 12 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്താൽ രാത്രി ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുമെന്ന് വന്നു. നേരത്തെ അത് 5 മണിയായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു റോസ്റ്റർ കാലയളവ്, അപ്പോൾ ഒരു ജോലി പീരീഡിൽ, അതായത് രാത്രിയിൽ പറക്കേണ്ടത് 6 ദിവസം എന്നുള്ളത് 2 ദിവസമായിട്ട് കൊടുത്തു. ഒരു പൈലറ്റ് ആഴ്ചയിൽ 6 ദിവസം പറക്കണ്ട, 2 ദിവസം പറന്നാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ രാത്രി പറക്കുന്നത് പരമാവധി 8 മണിക്കൂർ ഒരു പൈലറ്റ് പറന്നാൽ മതി എന്ന് തീരുമാനിച്ചു. അത് ലോകത്തെമ്പാട് 8 മണിക്കൂർ ജോലി എന്നുള്ളതാണല്ലോ വ്യവസ്ഥ. പൈലറ്റ് ആകുമ്പോഴത്തേക്ക് ആകാശത്തൂടെ പറക്കുകയാണ്, അയാൾ 8 മണിക്കൂർ പറഞ്ഞാൽ അത് കഴിഞ്ഞ് വിശ്രമം കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചു. ഇത് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് നിരന്തരം വന്നൊരാവശ്യമാണ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇൻഡിഗോയും എയർ ഇന്ത്യയും ഉൾപ്പെടെ എല്ലാവരും സംബന്ധിച്ച് കരാർ ഒപ്പിട്ടതിന് ശേഷം ഇതിനെ അട്ടിമറിക്കാൻ ഇൻഡിഗോ തീരുമാനിച്ചു. ഈ കാലയളവിൽ ഇവർ കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പൈലറ്റുമാരെ നിയമിക്കാൻ ഇവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, സർക്കാർ എടുത്ത
ഈ തീരുമാനത്തെ, സർക്കാരുമായി സംസാരിച്ച് ധാരണയിലെത്തിയ ഈ തീരുമാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവർ ഫ്ലൈറ്റുകളങ്ങ് ക്യാൻസൽ ചെയ്തു. ടിക്കറ്റ് എടുത്ത ആളുകളെ പെരുവഴിയിലാക്കിയിട്ട് മനഃപൂർവ്വം വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള കാര്യം യാത്രക്കാരെ അറിയിച്ചില്ല. സാധാരണ നമ്മളൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് വിമാനം ഡിലേ ആണെങ്കിൽ, വൈകിയാൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി മെസ്സേജും ഒക്കെ വരും. ഇതൊന്നുമില്ല. ഇതറിയാതെ വിമാനത്താവളത്തിൽ വരുന്നു, വിമാനം പുറപ്പെടുന്നു, നോക്കിയിരിക്കുന്നു. ഈ വിമാന കമ്പനിയുടെ കൗണ്ടറുകളിൽ ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവർ കൈമലർത്തി കാണിക്കുന്നു. ആളുകൾ ഭയചകിതരാവുകയാണ്. കാരണം ഒന്ന് നോക്കൂ, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ വിസ ജോലിയുള്ളവർ ഇത്രകം ആ പറയുന്ന ദിവസം ജോയിൻ ചെയ്തില്ല, പണി പോകും. അപ്പോൾ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവരൊക്കെ വന്നിട്ട് സർക്കാർ ഇവരെ നിയന്ത്രിക്കുന്നില്ല, സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന തരത്തിലേക്ക് സർക്കാരിനെതിരെ രോക്ഷം തിരിച്ചുവിടാൻ പാകത്തിന് ഈ റദ്ദാക്കൽ പരിപാടി തുടർച്ചയായി ഇൻഡിഗോ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം തുടരുകയാണ്. മനഃപൂർവ്വം അവർക്ക് ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം പൈലറ്റുമാരെ നിയമിക്കാനും പുതിയ നിയമനങ്ങൾ നടത്താനും ഒക്കെ 1.5 മാസത്തെ സാവകാശം ഉണ്ടായിരുന്നു. അവരൊന്നും ചെയ്തില്ല. നോക്കൂ, ഇതേ വ്യവസ്ഥ എയർ ഇന്ത്യക്ക് ബാധകമാണ്. എയർ ഇന്ത്യ അവിടെ വിമാനങ്ങളൊക്കെ ഇറക്കിയിട്ട് ആളുകൾക്ക് പണി കൊടുക്കുന്ന പരിപാടിയൊന്നും എയർ ഇന്ത്യ ചെയ്യുന്നില്ല. എയർ ഇന്ത്യ പ്രധാനമായി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബദൽ സംവിധാനം ഉണ്ടാക്കി എയർ ഇന്ത്യ സ്മൂത്തായിട്ട് പോകുന്നു. ഇൻഡിഗോ മാത്രം മനഃപൂർവ്വം ചെയ്തു. ഇപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഇന്ത്യക്കാരായ രാകേഷ് ഗാംഗോൾ, രാഹുൽ ഭാട്ടിയ എന്നിങ്ങനെ 2 പേരാണ് ഇതിൻ്റെ ഉടമസ്ഥരെന്നാണ് കാണുന്നത്. ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമാണ് ഇൻഡിഗോ. അവർക്ക് ഈ പറഞ്ഞ പോലെ 195 ബോയിങ് A320 വിമാനങ്ങളുണ്ട്. പിന്നെ ഒരു 450 വിമാനങ്ങളോ മറ്റോ ഇവർ 458 വിമാനങ്ങൾ പുതുതായി വാങ്ങിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് വാർത്ത. പക്ഷേ എത്ര വിമാനം ഉണ്ടായിട്ട് എന്താണ്? യാത്രക്കാരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അവരെ പെരുവഴിയിലാക്കുന്ന ഒരു സർവീസ്. സത്യത്തിൽ ഇത് സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയാണ്. സർക്കാരുമായി ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷം ആ കരാർ അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ ഈ കരാർ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് അവർക്ക് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം, കോടതി പോവാം. അതൊന്നും ചെയ്യാതെ കരാർ അംഗീകരിക്കുകയും യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇത് മനഃപൂർവ്വം ഇൻഡിഗോയുടെ CEO ഉൾപ്പെടെ ഉടമസ്ഥരും ഡയറക്ടർമാരും ഉൾപ്പെടെയുള്ളവർ അറിയാതെ നടന്ന സംഭവമല്ല. രാജ്യത്തൊരു കുഴപ്പമുണ്ടാക്കുക എന്നുകൂടി ഉദ്ദേശമുണ്ട്. സർക്കാരിനെ വെല്ലുവിളിക്കുക, യാത്രക്കാരെ കുഴപ്പത്തിലാക്കി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഇൻഡിഗോ നടത്തിയത് എന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ CEO ആയിരിക്കുന്ന പീറ്റർ ഇൽബേർഡിനെ പുറത്താക്കണം. ഇന്ത്യയുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി. എന്നിട്ടിപ്പോൾ സർക്കാർ ഇപ്പോൾ വളരെ അതിശക്തമായ നടപടികൾ എടുക്കാൻ പോകുന്നു എന്നാണ് റാം മോഹൻ നായിഡു എന്ന് പറയുന്ന നമ്മുടെ ഏവിയേഷൻ മന്ത്രി നൽകിയിട്ടുള്ള സൂചനകൾ. ഒരുപക്ഷെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് സർവീസുകളുണ്ടല്ലോ ചില റൂട്ടുകളിൽ. ഇപ്പം പ്രൈവറ്റ് ബസ് നമ്മൾ റൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്ന സർവീസ് റൂട്ടുണ്ടല്ലോ, അത് പറയുന്ന പോലെ നിങ്ങൾ ഇന്ന ഫ്ലൈറ്റൊക്കെ ഇന്ന മേലെ നടത്തിക്കോ എന്ന് പറയാനുള്ള അനുവാദം കൊടുക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ്. വ്യോമയാന മന്ത്രാലയം ഇവർക്ക് ഇൻഡിഗോയ്ക്ക് കൊടുത്തിട്ടുള്ള കുറേ ലൈസൻസുകൾ റദ്ദാക്കാൻ ആലോചിക്കുന്നു എന്ന് കേൾക്കുന്നു. മാത്രമല്ല, യാത്രക്കാരെ വലിയ കുഴപ്പത്തിലാക്കിയതിന് കനത്ത പിഴ ചുമത്താൻ കേന്ദ്രം ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആ പിഴ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1000 കോടിയൊക്കെ ആയിരിക്കും. അതുപോലെയുള്ള ഹ്യൂജായിട്ടുള്ള പിഴ ചുമത്തുക, ഇത്തരം ചില കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക, കുറേ നാളായി രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കുക, അനാർക്കിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വ്യോമമേഖലയുടെ കുത്തകയുള്ള, വ്യോമഗതാഗതത്തിൻ്റെ കുത്തകയുള്ള ഒരു വിമാന കമ്പനിയും ആ തരത്തിൽ രാജ്യത്തെ സർക്കാരിനെതിരെ ജനരോക്ഷം ഉണ്ടാകുമാറ് ഒരു വിമാന കമ്പനി പെരുമാറുന്നു എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല. പണ്ടോർക്കുന്നില്ലേ നമ്മുടെ ചിറ്റപ്പൻ ഇൻഡിഗോയിൽ പ്രശ്നം ഉണ്ടായിട്ട് പുള്ളിയുടെ ഇ പി ജയരാജൻ പറഞ്ഞില്ലേ ഞാൻ ഇനി ഇൻഡിഗോയിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കയറി. അതെന്തും ആവട്ടെ, അന്നൊക്കെ ഇൻഡിഗോയുടെ സർവീസിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടോ എന്നൊരു സംശയം. ഇപ്പം ഈ ഇ പറഞ്ഞതുപോലും ശരിയാണോ, ഇവരുടെ സർവീസ് അത്ര നല്ലതല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം യാത്രക്കാരെ ബന്ദികളാക്കുക, യാത്രക്കാരെ വെച്ചിട്ട് ഈ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഭീകരവാദികളൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കിയിട്ട് സർക്കാരിനോട് വിലപേശും എന്ന് പറയുന്നത് പോലെ യാത്രക്കാരെ ബന്ദികളാക്കിയിട്ട് സർക്കാരുമായി അഗ്രി ചെയ്ത ഒരു കരാറിൻ്റെ പേരിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം നടത്തിയത് അങ്ങേയറ്റം ഗുരുതരമാണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞ വിമാന കമ്പനിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അവർ വ്യോമയാത്രയുടെ സിംഹഭാഗവും അവരുടെ കയ്യിലാണ്. ഇപ്പോൾ അവരെ വിമർശിച്ചതിൻ്റെ പേരിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ വിമാനത്തിൽ കയറ്റത്തില്ല, ഇ പി ജയരാജനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പ്രജിത എന്നെ ഇനി വിമാനത്തിൽ കയറ്റത്തില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. എന്നാലും പറയാതിരിക്കാൻ പറ്റും, നമ്മളൊരു ഭാരതീയനാണ്, ഇന്ത്യക്കാരായ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ രാജ്യത്ത് വന്നു പോകുന്ന വിദേശികളെയും ഉൾപ്പെടെ ബന്ദികളാക്കിക്കൊണ്ട് ഇങ്ങനൊരു സമരം നടത്താമോ? സമരം എന്ന് പറയുന്നത് നോക്കൂ, പൈലറ്റുമാരുടെ അസോസിയേഷൻ പറയുന്നു സർക്കാർ അവസാനം സർക്കാർ പ്രതിസന്ധിയിലായി. സർക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യും,
ഈ പറഞ്ഞ കരാറുകൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ സർക്കാരിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ പൈലറ്റുമാരുടെ അസോസിയേഷൻ ഇപ്പം എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറരുത്. കാരണം ഞങ്ങളുടെ ജീവൻ യാത്രക്കാരുടെ ജീവൻ്റെ ഗ്യാരണ്ടിയാണ്. പൈലറ്റുമാർക്ക് വിശ്രമം വേണം, അവർ രാത്രിയിൽ ഉറക്കമുളച്ച് ഒരുപാട് നേരം ഫ്ലൈ ചെയ്യരുത് എന്നുള്ളത് യാത്രക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ വിശ്രമം വേണം, 48 മണിക്കൂർ ഒരാഴ്ചയിൽ വിശ്രമ സമയം വേണം എന്നൊക്കെ പറയുന്നത് ന്യായമായ ആവശ്യമാണ്. അപ്പോൾ വിമാനാപകടങ്ങൾ ഒഴിവാക്കി യാത്രക്കാരെ സുരക്ഷിതമായി അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന വാദവുമായി പൈലറ്റുമാരുടെ സംഘടനയും വന്നിട്ടുണ്ട്. ഈ ഒരുപക്ഷെ നാളെ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാൽ പൈലറ്റുമാരായിരിക്കും അടുത്ത സമരം ചെയ്യുക. ഏതായാലും രാജ്യത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഇപ്പോഴേ കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നതിൽ ഞാൻ ആദ്യമായി കോൺഗ്രസ് പറയുന്നതിൽ ഒരു ചെറിയ ന്യായമുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ മൊണോപ്പൊളി എന്ന് പറയുന്ന സാധനം, വിമാനയാത്ര അല്ലെങ്കിൽ ആ വ്യോമയാനത്തിൻ്റെ കുത്തക ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും ആണ്. 92% അവർക്കാണ് മൊണോപ്പൊളി. അവർ വിചാരിച്ചാൽ ഗതാഗതം താറുമാറാവും. അപ്പോൾ അവർക്കൊരു മൊണോപ്പൊളി കൊടുക്കുന്ന തരത്തിലേക്കുള്ളൊരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ കൂടുതൽ കർശനമായി ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആവശ്യമാണ്. കോൺഗ്രസ് പറയുന്നത് ശരിയാണ്. ഇവർ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുമല്ലേ, ജനങ്ങളെ മുൻനിർത്തി, യാത്രക്കാരെ മുൻനിർത്തി സർക്കാരിനെ സമ്മർദ്ദതന്ത്രത്തിലാക്കി അവരുടെ ആവശ്യം സാധിക്കുക. നിലവിലെ നിയമം പോലും മാറ്റിമറിക്കാൻ ഇവർക്ക് കഴിയുന്നു. ആർക്ക് വേണ്ടിയിട്ട്? മുതലാളിമാരുടെ താല്പര്യം. കാരണം വെച്ചാൽ മുതലാളിമാർക്ക് കൂടുതൽ പൈലറ്റുമാരെ എടുത്താൽ കൂടുതൽ കാശ് ചിലവാകും, ലാഭം കുറയും. ലാഭം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വെച്ചിട്ട് ഒരു വിലപേശൽ നടത്തുന്നു എന്ന് കോൺഗ്രസ് പറയുന്നതിനെ അങ്ങനെ തള്ളാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, കോൺഗ്രസിനോട് നമുക്ക് ആനുകൂല്യവുമില്ല അനുഭാവവുമില്ല. എന്നാൽ പോലും അതിലൊരു ചെറിയ വസ്തുതയുണ്ട്. അതിപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഒരു പ്രശ്നമാണ്. മൊണോപ്പൊളി വന്നു കഴിയുമ്പോൾ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത്, കടുത്ത നടപടികളെടുത്ത് അതിനെ വരുതിയിലാക്കുക എന്നുള്ളത് സർക്കാരിന് കഴിയുന്നതാണ്. സർക്കാർ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ന് വരെ ആരും വിചാരിച്ചിട്ടില്ല ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ പറ്റുമെന്നുള്ളത്. എല്ലാവർക്കും അത് ഓർക്കുമ്പോൾ കുളിരും പനിയും വരികയായിരുന്നു. ഒരു പൂവ് പറയിക്കുന്ന ലാഘവത്തോടെ ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ കഴിഞ്ഞെങ്കിൽ, വളരെ നിസ്സാരമായി മുത്തലാഖ് നിരോധിക്കാൻ കഴിഞ്ഞെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇതും പറ്റും. അപ്പോൾ ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയോ എന്ന് പറയുന്നവർ 10-200 വിമാനങ്ങളുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ വ്യോമയാന ഗതാഗതത്തിൻ്റെ സിംഹഭാവവും ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ സൗകര്യമുള്ളതുപോലെ ചെയ്യും, സർക്കാരിനെ വരച്ച വരയിൽ വെക്കും എന്നൊക്കെ വരുത്തും എന്നൊക്കെ കരുതിയാൽ അത് ഇൻഡിഗോ മുതലാളിമാരായ രാകേഷ് ഗാംഗോളിനും രാഹുൽ ഭാട്ടിയയ്ക്കും സംഭവിച്ച ഒരു തെറ്റാണ് എന്നേ പറയാനുള്ളൂ. കാരണം ഇവർ നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിക്കുന്ന ഒരു സർക്കാരിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് വൈകാതെ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരു നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും.
താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.